നമസ്കാരം. കടകംപള്ളി എവിടെ? കാണാനില്ല. കടുംവെട്ട് നടത്തിയവർ ഒളിവിലായ കാഴ്ച. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഒന്നിനും രേഖയില്ല. കിലോ കണക്കിന് സ്വർണം ഉരുക്കിക്കടത്തിയത് ആരറിഞ്ഞു? ഭക്തിയുടെ മറവിൽ നടന്നത് കോടികളുടെ കൊള്ളയാണ് എന്നുള്ളത് ആര് തിരിച്ചറിഞ്ഞു? സന്നിധാനത്തെ പിടിച്ചുലയ്ക്കുന്ന സത്യങ്ങൾ വിളിച്ചു പറയുവാൻ തയ്യാറായിട്ട് അയ്യപ്പ ഭക്തനായിട്ടുള്ള ഗോവർദ്ധൻ വന്നപ്പോൾ ആ ഗോവർദ്ധന്റെ വാദങ്ങൾ കേൾക്കാനെങ്കിലും ആരെങ്കിലും ഉണ്ടാകുമോ? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസ് കേവലം ഒരു മോഷണമല്ല, മറിച്ച് ഭക്തിയുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് നടത്തിയ ഉന്നതതല ഗൂഢാലോചനയുടെയും ഒപ്പം വഞ്ചനയുടെയും ഒക്കെ ഞെട്ടിക്കുന്ന കഥയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കേസിലെ പുതിയ പ്രതിയായിട്ടുള്ള കർണാടക ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയും അതിനോടനുബന്ധിച്ച് പുറത്തു വരുന്ന വിവരങ്ങളും എന്ന് പറയപ്പെടുന്ന ഈ അധോലോക ഇടപാടുകളുടെ ആഴത്തെക്കുറിച്ചാണ്. ഇനി വരാനിരിക്കുന്നത് ദേവസ്വം ബോർഡിലെ മുൻ അംഗങ്ങളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ചോദ്യം ചെയ്യലുകളാണ്. വിജയ് മല്യ നൽകിയ 32 കിലോ സ്വർണത്തിന് എന്ത് സംഭവിച്ചു എന്നതിലേക്കും ഈ അന്വേഷണം നീളുകയാണ്. ഭക്തിയുടെ മറവിൽ നടന്ന ഈ സ്വർണ്ണക്കടത്തിന് പിന്നിൽ അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘങ്ങൾക്ക് പങ്കുണ്ടോ എന്നത് ഇഡിയുടെ നിരീക്ഷണത്തിലുമാണ്. അയ്യപ്പന്റെ നടയിൽ സ്വർണമാലയും കോടികളും സമർപ്പിച്ച താൻ വെറുമൊരു ഭക്തനാണ് എന്നാണ് ഗോവർദ്ധന്റെ വാദം. 1995 മുതൽ താൻ സ്വാമി ഭക്തനാണ് എന്നും ഇതുവരെ 1,40,00,000 രൂപ ശബരിമലയ്ക്കായിട്ട് ചെലവഴിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ശ്രീകോവിലിന്റെ പുതിയ സ്വർണ്ണവാതിൽ സ്പോൺസർ ചെയ്തത് താനാണ് എന്നും അതിനായിട്ട് 184 ഗ്രാം സ്വർണം നൽകിയെന്നും അദ്ദേഹം ജാമ്യ ഹർജിയിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ ഭക്തിക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന സ്വർണ്ണ ഇടപാടുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചെയ്യുന്നത്. ബെല്ലാരിയുടെ ആ മാഫിയയിലേക്കാണ് അന്വേഷണം ഇപ്പോൾ നീളുന്നത്. ഗോവർദ്ധന്റെ വെളിപ്പെടുത്തലുകളിൽ ഏറ്റവും വിചിത്രമായത് മാളികപ്പുറത്തമ്മയ്ക്ക് സമർപ്പിച്ച സ്വർണ്ണമാലയെക്കുറിച്ചാണ്. വർഷങ്ങൾക്ക് മുൻപ് മാളികപ്പുറത്ത് സമർപ്പിച്ച മാലയ്ക്ക് ദേവസ്വം ബോർഡിന്റെ പക്കൽ യാതൊരു രേഖയുമില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഭക്തൻ നൽകുന്ന കാണിക്കയും സ്വർണവും രേഖപ്പെടുത്തേണ്ട രജിസ്റ്ററുകളിൽ നിന്ന് ഇതെങ്ങനെ അപ്രത്യക്ഷമായി എന്നറിയില്ല. ഇതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം. ഇതെങ്ങനെ അപ്രത്യക്ഷമായി? ഇത് ബോർഡിലെ ഉന്നതരും മധ്യവർത്തികളും ചേർന്നിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കമായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്മാർട്ട് ക്രിയേഷൻസും പൊൻകൊള്ളയും ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാൻ കൊടുത്തപ്പോൾ അവിടെ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്ത് മറച്ചു വിറ്റു എന്നുള്ളതാണ് കേസിലെ പ്രധാന ആരോപണം. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ഈ ഇടപാടിൽ നിർണായകമാണ്. ദ്വാരപാലക പാളികളിൽ നിന്ന് വേർതിരിച്ചെടുത്ത ഏകദേശം 475 ഗ്രാം സ്വർണം താൻ വാങ്ങിയതായിട്ട് ഗോവർദ്ധൻ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ അതിന് പകരമായി 15 ലക്ഷത്തോളം രൂപ DD ആയിട്ട് ദേവസ്വം ബോർഡിന് നൽകി എന്നുള്ള അദ്ദേഹത്തിന്റെ ന്യായീകരണം രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സ്വർണം വേർതിരിച്ചെടുക്കാൻ ദേവസ്വം ബോർഡ് അനുവാദം നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. കേസിലെ വമ്പൻ സ്രാവുകളെ പിടികൂടാൻ ഹൈക്കോടതി നൽകിയ കർശനമായിട്ടുള്ള നിർദ്ദേശം അന്വേഷണ സംഘത്തെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. താൻ നിരപരാധിയാണ് എന്നും അന്വേഷണ സംഘം തന്നെ ഭീഷണിപ്പെടുത്തി സ്വർണം തട്ടിയെടുത്തുവെന്നും ഗോവർദ്ധൻ ആരോപിക്കുമ്പോൾ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് SIT. പക്ഷെ ആ അന്വേഷണങ്ങൾ ഏതുവരെ എത്തും? എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോവുക? ഞാൻ സൂചിപ്പിച്ചതുപോലെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന് പറയപ്പെടുന്നത് രേഖകളില്ലാത്ത സ്വർണ്ണക്കൊള്ളയാണ്. അപ്പോൾ അത് അറിഞ്ഞു വച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഇതിനകത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാരടക്കം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നു. ഈ മന്ത്രിയിലേക്ക് അന്വേഷണം, മുൻ മന്ത്രിയിലേക്ക് അന്വേഷണം എത്തപ്പെടുമ്പോൾ പോലും ആ മന്ത്രിയിലേക്ക് എത്താതെ ഈ അന്വേഷണം നിൽക്കപ്പെടുന്നത് എവിടെയാണ്? പോലീസിലെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെയും പോലീസ് യൂണിയന്റെയും ഇടപെടലുകൾ നടത്തുന്നുണ്ട്, സമ്മർദ്ദം നടത്തുന്നുണ്ട് CPMന്റെ ഭാഗത്ത് നിന്ന്. അത് വളരെ കൃത്യമാണ്. കള്ളനാണ് എന്ന് തന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞ് കരഞ്ഞു നടന്ന ഈ കടകംപള്ളി സുരേന്ദ്രനെ ഇപ്പോൾ കാണാൻ തന്നെ ഇല്ല. എവിടെയാണെന്ന് തന്നെ അറിയില്ല, ഒളിവിലാണോ എന്ന് പോലും അറിയില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ്. ഇത് മാത്രമോ? ഇതിന് പിന്നിൽ ഇനിയും പ്രവർത്തിച്ചിട്ടുണ്ട് കടുംവെട്ട് നടത്തിയവർ. അത്തരത്തിലെ ഉന്നതർ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. ഇനി ഉന്നതർ മാത്രമല്ല, ചില ഉന്നത കുലജാതർ കൂടി ഇതിനകത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയുള്ളവർ വരെ ഇതിനകത്ത് വരുമ്പോൾ ഈ സ്വർണ്ണക്കൊള്ള കേസ് എന്ന് പറയപ്പെടുന്നത് തേഞ്ഞു മാഞ്ഞു പോകും. അതിന് ഒരു തരത്തിലും നമുക്ക് തർക്കം പറയേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ കേസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. SITയുടെ അന്വേഷണത്തെ വളരെ കൃത്യമായിട്ട് അട്ടിമറിക്കുവാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മാത്രമല്ല CPM തൊഴിൽ സംഘടനയുടെ ഭാഗത്തു നിന്നൊക്കെ വളരെ കൃത്യമായിട്ട് ഉണ്ടാകുന്നുണ്ട്. പോലീസ് സേനയിൽ തന്നെ ഇത്തരത്തിൽ സംഘടനകൾ ഉള്ളതാണ് ഏറ്റവും വലിയ ഗതികേട് ഈ രാജ്യത്ത്. കാരണം അന്വേഷണത്തെ അട്ടിമറിക്കുവാൻ ഈ സംഘങ്ങൾക്ക് കഴിയുന്നുണ്ട്, ഈ സംഘടനകൾക്ക് കഴിയുന്നുണ്ട്. ഒരു സ്വർണ്ണക്കൊള്ളക്കടത്ത് കേസ് മാത്രമല്ല നമ്മുടെ മുൻപിലുള്ളത്.
കഴിഞ്ഞ 2016 മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഉണ്ടായിട്ടുള്ള കേസുകളൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അന്വേഷണത്തിന്റെ വേഗത്തെ വളരെ കൃത്യമായി കുറയ്ക്കുവാനും അന്വേഷണത്തെ ഗതി മാറ്റി വിടുവാനും കഴിയുന്ന തരത്തിലേക്കുള്ള സമ്മർദ്ദം ചെലുത്തുവാൻ ഈ പാർട്ടിക്കും ഭരണപക്ഷത്തിനും പലപ്പോഴും കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതിന്റെ തെളിവുകളാണ് അന്വേഷണങ്ങൾ ഒരിടത്തും എത്താതായി പോയത്. അതുകൊണ്ട് ഈ അന്വേഷണവും ഒരിടത്തും എത്തില്ല. പക്ഷേ ഇതിനകത്ത് സ്വർണ്ണക്കൊള്ള എന്ന് പറയപ്പെടുന്നത് ജനം തിരിച്ചറിയേണ്ടതാണ്, ഭക്തർ മനസ്സിലാക്കേണ്ടതാണ്. ഒരു വിശ്വാസത്തെ ഊന്നിക്കൊണ്ട് അല്ലെങ്കിൽ വിശ്വാസികൾ മാത്രം വന്നു പോകേണ്ട ഇടമായിട്ടുള്ള അയ്യപ്പന്റെ ശബരിമലയെ ഇത്രത്തോളം ഗതികെട്ട കൊള്ള സങ്കേതമാക്കി മാറ്റുന്നതിൽ ഈ പറയുന്ന ഇവിടുത്തെ ഭരണപക്ഷ നേതൃത്വത്തിനും ഒപ്പം തന്നെ മന്ത്രിമാർക്കും അതിനോടൊപ്പം തന്നെ ഇതിനകത്ത് ഇടപെട്ടു എന്ന് പറയപ്പെടുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായിട്ട് വരുന്ന ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെയും പങ്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ശബരിമലയുടെ ഒരു പ്രശ്നം അവിടെ പണം പോകുന്ന വഴി അറിയുന്നില്ല എന്നുള്ളതാണ്. പണം മാത്രമല്ല അവിടെ അടിച്ചു മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള മാത്രമല്ല, സ്വർണ്ണക്കൊള്ള നടക്കുന്നുണ്ട് എങ്കിൽ 1998 വിജയ് മല്യ കൊടുത്ത 32 കിലോ സ്വർണത്തിന് മുൻപ് അവിടെ ഭക്തർ സമർപ്പിച്ചിട്ടുള്ള സ്വർണങ്ങളടക്കം വെള്ളി അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തണം. 32 കിലോ സ്വർണം സമർപ്പിച്ചതിന് തന്നെ രേഖകളില്ല. മാളികപ്പുറത്തമ്മയ്ക്ക് സമർപ്പിച്ച 10 ലക്ഷം രൂപയുടെ മണിമാലയ്ക്ക് രേഖകളില്ല. ഇങ്ങനെ ഒന്നിനും രേഖകളില്ലാതെ അവിടെ എന്തും ആ കാട്ടിനുള്ളിൽ എന്തും നടത്താമെന്ന് വിശ്വസിക്കുന്ന തരത്തിലേക്ക് ഇവിടുത്തെ വിശ്വാസികളെ പറ്റിക്കുന്ന രാഷ്ട്രീയക്കാരന്മാർ ആ ഭരണപക്ഷത്ത് നിന്നുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഭരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അയ്യപ്പൻ എന്ന് പറയപ്പെടുന്ന വിശ്വാസ സമൂഹം സ്വീകരിക്കുന്ന ആ ദൈവത്തെ അംഗീകരിക്കാൻ കഴിയാത്ത കമ്മ്യൂണിസ്റ്റുകാർ അവിടെ എത്തപ്പെടുകയും ഈ സ്വർണം അടിച്ചു മാറ്റിയേക്കാം എന്നുള്ള തരത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത്. ഇപ്പോൾ വലിയ അന്വേഷണം നടക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ട് പോലും ആ അന്വേഷണത്തെ അട്ടിമറിക്കുവാൻ നടത്തുന്ന ഈ ശ്രമമുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ ഗതികേട് എന്ന് പറയപ്പെടുന്നത്. നീതിന്യായ വ്യവസ്ഥയെ പോലും കൈക്കൂലി കൊടുത്ത് വാങ്ങുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഈ നാട്ടിലുണ്ടായാൽ പാവപ്പെട്ട ജനങ്ങൾ എവിടെയായിരിക്കും നീതി തേടിയെത്തുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരു ഗോവർദ്ധനിലേക്കും അല്ലെങ്കിൽ അതിനപ്പുറം ഇനി ഇവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്കൊക്കെ എത്തുമെന്ന് പറയപ്പെടുന്ന ഈ അന്വേഷണം ഒരിടത്തും എത്താൻ പോകുന്നില്ല. മാത്രമല്ല ഇപ്പോൾ കൂടിയിട്ടുള്ള എല്ലാ CPMകാരും വളരെ കൃത്യമായി പുറത്തു പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണേണ്ടി വരും. അതുകൊണ്ട് ഇനിയുള്ള അന്വേഷണത്തില് മറ്റേതൊരു കേന്ദ്ര ഏജൻസികൾ എത്തിയാൽ പോലും ആ കേന്ദ്ര ഏജൻസികളെ സ്വാധീനിക്കുവാനുള്ള കരുത്ത് പിണറായി വിജയൻ ഉണ്ട്. മാത്രമല്ല നമുക്കറിയാമല്ലോ, ഇതിനകത്തൊരു രാഷ്ട്രീയം ഒളിഞ്ഞിരിപ്പുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലുണ്ടായിരുന്നു ഒരു രാഷ്ട്രീയം. ആ സ്വർണ്ണക്കള്ളക്കടത്ത് അല്ലെങ്കിൽ അന്ന് നടത്തിയ ആ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരുടെ മുമ്പിലുമുണ്ട്. ഇതേ കടകംപള്ളിയെ കുറിച്ച് പറഞ്ഞത് എന്തായിരുന്നു? വീട്ടിനകത്ത് കയറ്റാൻ കൊള്ളാത്തവൻ എന്നാണ് സ്വപ്ന സുരേഷ് കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞത്. അതേ മന്ത്രിസഭയിലുണ്ട് അന്നത്തെ സ്പീക്കർ ശ്രീരാമകൃഷ്ണനെ കുറിച്ച് പറഞ്ഞത് എന്തായിരുന്നു? 2016 മന്ത്രിസഭയിൽ പിണറായി വിജയന്റെ 1ാം മന്ത്രിസഭയിലുണ്ടായിരുന്ന ശ്രീരാമകൃഷ്ണനെ കുറിച്ച് പറഞ്ഞത് എന്തായിരുന്നു? 16 വയസ്സുള്ള കുട്ടികൾ കാണിക്കുന്ന ഐ ലവ് യു പറച്ചിലാണ് എന്നുള്ളതാണ്. അങ്ങനെ പറയുന്ന തരത്തിലേക്ക് തരംതാണു പോയൊരുത്തനാണ് ശ്രീരാമകൃഷ്ണൻ എന്നാണ്. മൂന്നാറിലേക്ക് കൂട്ടുവിളിച്ച അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനെ കുറിച്ചും കൃത്യമായിട്ട്